ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ, ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ, ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി, ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം, ശ്രീമഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്തേ. നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സുകൃതികളെ, എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ശ്രീ ജഗദംബയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദേവീനാരായണീയം പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. സർവത്ര ദേവീനാമസങ്കീർത്തനം, ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ദേവീനാരായണീയം ദശകം 5 സുദ്യുമ്ന കഥ. ഇന്നത്തെ പാഠഭാഗം ദശകം 5 ആദ്യം 1, 2, 3 ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം. അതിനുശേഷം പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയും ശ്രവിക്കാം. ദേവീനാരായണീയം ദേവിയുടെ അനൽപമായ കാരുണ്യത്തിന്റെ കഥകൾ പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലെ സുദ്യുമ്നന്റെ കഥയാണ് ദശകം 5 പാലിയിലി ശ്രീനാരായണ നമ്പൂതിരി വർണ്ണിക്കുന്നത്. ആ പാഠഭാഗമാണ് നാം ഇന്ന് അനുസ്മരിക്കുവാൻ പോകുന്നത്. സുദ്യുമ്നൻ എന്ന മനുപുത്രന്റെ കഥ. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം നോക്കാം. ശ്ലോകം 1 പാരായണം. ജാതാസുതേളാ മനുസപ്തമസ്യ സംപ്രാർത്ഥിതോനേന മുനിർവസിഷ്ഠഃ ശംഭോ കടാക്ഷേണ സുതാം കുമാരം ചക്രേ സകാലേന ബഭൂവ രാജ. ശ്ലോകം 2.
സുദ്യുമ്നനാമാ മൃഗയാ വിഹാരീ ഗതോ ഹയാരൂഢ ഇളാവൃതം സഹ സ്ത്രീത്വം പുനഃ പ്രാപ്യ സൂതം ഹിമാംശോർവവ്രേ പതിം പുത്രമസൂത ചൈഷ. ശ്ലോകം 3. ന്യവേദയത്സാ ഗുരവേ വസിഷ്ഠായൈഷാ കദാചിന്നിജപുംസ്ത്വകാമം തത്സാധനാർത്ഥം ഹരമേവ ദദ്യൗ മുനിഃ പ്രസന്നസ്തമുവാച ശംഭുഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീഗുരുഭ്യോ നമഃ. ദശകം 5 സുദ്യുമ്ന കഥ. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ജാതാ സുതാ ഇള. അതാണ് ജാതാ സുതേള. ജാതാ സുതാ ഇള മനുസപ്തമസ്യ സംപ്രാർത്ഥിതഃ അനേന മുനിഃ വസിഷ്ഠഃ ശംഭോഃ കടാക്ഷേണ സുതാം കുമാരം ചക്രേ സഹ കാലേന ബഭൂവ രാജ. ഈ പദങ്ങളുടെ എല്ലാം അന്വയവും അർത്ഥവും എന്താണെന്ന് നോക്കാം. മനുസപ്തമസ്യ, ഏഴാമത്തെ മനുവിന്, അതാണ് മനു സപ്തം. സപ്തമസ്യ എന്ന് വെച്ചാൽ 7. ഇളാസുതാ ജാത, ഇള എന്ന പുത്രി ജനിച്ചു. അനേന സംപ്രാർത്ഥിത, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പ്രകാരം വസിഷ്ഠ മുനി, വസിഷ്ഠ മഹർഷി ശംഭോഹോ കടാക്ഷേണ, ഭഗവാൻ ശിവന്റെ കടാക്ഷത്താൽ സുതാം പുത്രിയെ കുമാരം ചക്രേ പുത്രനാക്കി തീർത്തു. സഹകാലേന, അദ്ദേഹം യഥാകാലം രാജാ ബഭൂവ, രാജാവായി തീർന്നു. ഭാഗവതോത്തമനായ ശ്രീ പാലേലി നാരായണ നമ്പൂതിരിയുടെ ദേവി നാരായണീയം. ദേവി ഭാഗവതത്തെ അധികരിച്ച് 41 ദശകങ്ങളിലായി സമർപ്പിച്ച അക്ഷരപൂജ, അതാണ് ദേവി നാരായണീയം. ആ ദേവി നാരായണീയത്തിലെ 5ാമത്തെ ദശകമാണ് സുദ്യുമ്ന കഥ. ഇവിടെ മനുസപ്തമസ്യ വ്യാഖ്യാനം നോക്കാം. 7ാമത്തെ മനുവിന് ഒരു പുത്രൻ ഉണ്ടാവണം. അതായത് ഒരു നിശ്ചിത കാലദൈർഘ്യത്തിന്റെ പേരാണ് മന്വന്തരം എന്നത് കേട്ടോ. അപ്പൊ ഇവിടെ 7ാമത്തെ മനു, മനുസപ്തമസ്യ, 7ാമത്തെ മനുവിന് ഒരു പുത്രൻ ഉണ്ടാവണം. വൈവസ്വത മനു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വിവസ്വാൻ എന്ന സൂര്യന്റെ പുത്രനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് വൈവസ്വതൻ എന്ന പേര്. അദ്ദേഹത്തിന് ശ്രാർദ്ധൻ, ശ്രാർദ്ധദേവൻ എന്നും ഒരു നാമം ഉണ്ട്, വേറൊരു നാമമുണ്ട്. ഈ വൈവസ്വത മനുവിന് സൂര്യന്റെ പുത്രനാണ്, അതുകൊണ്ട് വിവസ്വാൻ എന്ന സൂര്യപുത്രനായതുകൊണ്ടാണ് അദ്ദേഹം വൈവസ്വതനായത്. അദ്ദേഹത്തിന് ശ്രാർദ്ധദേവൻ എന്നൊരു നാമം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് ശ്രദ്ധ എന്നാണ്. ശ്രദ്ധയ്ക്ക് ഒരു പെൺകുഞ്ഞുണ്ടാവണം എന്നായിരുന്നു ആഗ്രഹം. വൈവസ്വത മനുവിന് ഒരു പുത്രൻ ഉണ്ടാവണം. അപ്പൊ 2 പേർക്കും ഓരോരോ സന്തതികൾ വേണം. പക്ഷെ മനുവിന് പുത്രൻ ഉണ്ടാവണമെന്ന്, അതായത് അശ്രാർദ്ധദേവന് ഒരു ആൺകുഞ്ഞുണ്ടാകണം എന്ന് ആഗ്രഹിച്ചു. ശ്രദ്ധ, അദ്ദേഹത്തിന്റെ പത്നിക്ക് ഒരു പെൺകുഞ്ഞും വേണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ആ മനുവിന് ഒരു പെൺകുഞ്ഞാണ് ഉണ്ടായത്. ഒരു നിശ്ചിത കാലദൈർഘ്യത്തിന്റെ പേരാണ് നമ്മൾ മന്വന്തരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു കൽപ്പത്തില് 14 മന്വന്തരങ്ങൾ. കൽപ്പം എന്നാൽ ബ്രഹ്മാവിന്റെ പകൽ സമയം, സൃഷ്ടികാലം. അപ്പോ ആ മന്വന്തരത്തിലെ ഭരണാധിപനെ മനു എന്നാണ് പറയുക. ആകെ 14 മന്വന്തരങ്ങൾ. അതുകൊണ്ട് മനുക്കളും 14.
അതിൽ 7ാമത്തെ മനു വിവസ്വാന്റെ പുത്രനായ ശ്രാദ്ധദേവനാണ്. അപ്പൊ ഇവിടെ ശ്രാദ്ധദേവൻ എന്നത് മനുവിന്റെ പേരാണ്. വൈവസ്വത മനു എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. പുരാണ പ്രസിദ്ധനാണ് അദ്ദേഹം. ഇനി ഒരു സൽപുത്രൻ ജനിക്കണമെന്നാണ് വൈവസ്വത മനു ആഗ്രഹിച്ചത്. കുലഗുരുവായ വസിഷ്ഠ മഹർഷി അതിനുവേണ്ടി ഒരു യജ്ഞം നടത്താനും ഒരുങ്ങി. എന്നാൽ പുത്രിയാണ് ജനിക്കേണ്ടതെന്ന് മനുപത്നിക്ക് ആഗ്രഹം. അപ്പൊ ഇവിടെ രണ്ടുപേർക്കും സന്തതി വേണം. പക്ഷെ ഒരാൾക്ക് ആൺകുഞ്ഞ്, ഒരാൾക്ക് പെൺകുഞ്ഞ്. അനേന സംപ്രാർത്ഥിത. അപ്പോ മനു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പ്രകാരം എന്താ? പുത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇളാസുത ജാതാഹ, ഇള എന്ന പുത്രി ജനിച്ചു അല്ലെ രാജാവിന്. അല്ലെങ്കിൽ മനുവിന് വല്ലാത്ത വിഷമം ഉണ്ടായി. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് ഒരു സന്തതി പുത്രൻ വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. സൽപുത്രൻ വേണമെന്നാണ്. പക്ഷെ ഇവിടെ പുത്രിയാണ് ഉണ്ടായത്. അവിടെ വസിഷ്ഠ മഹർഷിയോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു ആൺകുഞ്ഞുണ്ടാവണം എന്നാണ് ആഗ്രഹിച്ചത്. ഇപ്പതാ ഒരു പെൺകുഞ്ഞാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പോ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഞങ്ങൾ പെൺകുഞ്ഞ് ഉണ്ടാകാനുള്ള വഷട്കാരമാണ് ജപിച്ചത്. അപ്പോ പെൺകുഞ്ഞല്ലേ ഉണ്ടാവുക. പിന്നീട് പറഞ്ഞു, ഇനി അങ്ങക്ക് വസിഷ്ഠ മഹർഷി പറയാണ്, ഇനി അങ്ങക്ക് ഒരു ആൺകുഞ്ഞാണ് വേണ്ടത് എങ്കിൽ അതിനും ഒരു വഴിയുണ്ട്. ശംഭോ കടാക്ഷേണ സുതാം കുമാരം ചക്രേ. അപ്പോ മഹാദേവന്റെ കടാക്ഷം കൊണ്ട് ആ പുത്രിയെ കുമാരം ചക്രേ പുത്രനാക്കി മാറ്റാം എന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞു. അതുപോലെ ചെയ്യുകയും ചെയ്തു. സകാലേന അങ്ങനെ അദ്ദേഹം ബഭൂവ രാജ, യഥാകാലം അദ്ദേഹം രാജാവായി തീർന്നു. അങ്ങനെ രാജകുമാരി രാജകുമാരനായി മാറി യഥാകാലം രാജാവായിട്ട് തീർന്നു. ഇവിടെ നോക്കൂ, ശിവന്റെ അനുഗ്രഹം കൊണ്ടും മുനിയുടെ തപശക്തിയാലും രാജകുമാരി രാജകുമാരനായി മാറി. ആ സന്തതിക്ക് ഇള എന്നാണ് മുമ്പ് പേരിട്ട് കഴിഞ്ഞിരുന്നത് അല്ലേ? അപ്പോ രാജകുമാരി രാജകുമാരനായപ്പോൾ പേരിന് മാറ്റവും വന്നു. അദ്ദേഹം യഥാകാലം രാജാവായി തീരുകയും ചെയ്തു. അപ്പൊ ആ പേരെന്താണെന്ന് 2ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 2ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സുദ്യുമ്നനാമ സഹ. സുദ്യുമ്നൻ എന്നു പേരുള്ള അദ്ദേഹം, അതാണ് ആ പെൺകുഞ്ഞ് രാജകുമാരി രാജകുമാരനായിട്ട് മാറി എന്ന് പറഞ്ഞു അല്ലെ? അപ്പോ ആ രാജകുമാരന്റെ പേരാണ് സുദ്യുമ്നൻ. ഹയാരൂഢ, കുതിരപ്പുറത്ത് കയറി. ഹയാരൂഢൻ എന്ന് വെച്ചാൽ കുതിര ഹയൻ, ഹയഗ്രീവൻ കേട്ടിട്ടില്ലേ? അപ്പോ ഹയാരൂഢ, കുതിരപ്പുറത്ത് കയറി. മൃഗയാ വിഹാരി, നായാട്ടിൽ തന്നെ രസം പിടിച്ചിരിക്കെ ഇളാവൃതം ഗതഃ, ഇളാവൃതം എന്ന ഭൂഖണ്ഡത്തിൽ എത്തി. പുനഃ സ്ത്രീത്വം പ്രാപ്യ, വീണ്ടും സ്ത്രീത്വം പ്രാപിച്ചു. ഹിമാംശോഹോ സുതം. എന്താ ഹിമാംശോ? ചന്ദ്രൻ. ഹിമാംശോ എന്ന് വെച്ചാൽ ചന്ദ്രൻ, സുതം പുത്രൻ. അപ്പൊ ചന്ദ്രന്റെ പുത്രനെ പതിം വവ്രേ, ഭർത്താവായി വരിച്ചു. ഏഷ, ഇവൾ ചന്ദ്രപുത്രന്റെ പത്നി. അതായത് സ്ത്രീത്വം പ്രാപിച്ചല്ലോ. അപ്പോ സ്ത്രീത്വം പ്രാപിച്ചപ്പോൾ ചന്ദ്രന്റെ പുത്രനായിരിക്കുന്ന ആരെയാണ് കാണുന്നത്? ബുധൻ. ആ ബുധനാണ് ചന്ദ്രന്റെ പുത്രൻ. അപ്പൊ ഇവിടെ സ്ത്രീത്വം പ്രാപിച്ചപ്പോൾ അവൾ ചന്ദ്രന്റെ പുത്രനായ ബുധനെ ആഗ്രഹിച്ചു. അതാണ് ഇവൾ ചന്ദ്രന്റെ പത്നി, ചന്ദ്രപുത്രന്റെ പത്നിയായി തീർന്നു. പുത്രം അസൂതച, അവർക്ക് ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു.
ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം. സുദ്യുമ്നൻ ആദ്യം ഇള എന്ന പേരിലൊരു ആദ്യം സൽപുത്രം വേണമെന്ന് വിചാരിച്ചു, പക്ഷെ പുത്രിയാണ് ഉണ്ടായത്. അത് ഇള എന്ന പേര്. ആ ഇള മനുവിന്റെ സന്തതി രാജകുമാരനായിട്ട് മാറി എന്ന് പറയുകയും ചെയ്തു. സുദ്യുമ്നൻ എന്ന പേരിൽ അറിയപ്പെട്ട ആ രാജകുമാരൻ ഇളാവൃതം എന്ന ഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്നപ്പോൾ എന്തായി? എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്? ഗതോഹയാരൂഢ ഇളാവൃതം സഹ. അദ്ദേഹം ആൺകുതിരയുടെ പുറത്തു കയറി മൃഗയാവിഹാരി നായാട്ടിൽ രസം പിടിച്ച അദ്ദേഹം നായാട്ടിനായിക്കൊണ്ട് പുറപ്പെട്ട് ഇളാവൃതത്തിൽ എത്തി. അദ്ദേഹം അവിടെ എത്തിയപ്പോഴോ സ്ത്രീത്വം പ്രാപിച്ചു. ആൺകുതിര പെൺകുതിരയായി മാറി. ലജ്ജ കാരണം അദ്ദേഹം രാജധാനിയിലേക്ക് തിരിച്ചും പോയില്ല. അപ്പൊ ഇവിടെ സ്ത്രീത്വം പുനഃ പ്രാപ്യ സുതം ഹിമാംശോഹോ, ചന്ദ്രന്റെ പുത്രൻ ബുധൻ. ആ ബുധനെ ഇളാവൃതത്തിൽ വെച്ച് സ്ത്രീത്വം പ്രാപിച്ച ആ സുദ്യുമ്നൻ കാണുകയാണ്. അപ്പൊ ആ ബുധനെ കണ്ടപ്പോൾ എന്തായി? അദ്ദേഹത്തെ ഭർത്താവായി സ്വീകരിച്ചു. അവർ പരസ്പരം സ്നേഹിച്ചു, വിവാഹം ചെയ്തു. അവർക്കൊരു പുത്രനും ഉണ്ടായി. അങ്ങനെ മനുവിന്റെ സന്തതി ഒരു പുരൂരവസ് എന്ന പുത്രനെ പ്രസവിച്ചു. ഇവിടെ നോക്കൂ, വൈവസ്വത മനു, അതായത് ആ ശ്രാദ്ധദേവൻ, ശ്രദ്ധ, ഇവർക്ക് സന്തതി ഉണ്ടാവാനായി വസിഷ്ഠ മഹർഷി യജ്ഞമൊക്കെ നടത്തി. പക്ഷെ അതില് ശ്രാദ്ധദേവന് ആൺകുഞ്ഞ്, ശ്രദ്ധയ്ക്കാണെങ്കിൽ പെൺകുഞ്ഞ് വേണം. മഹർഷി എന്താണ് ചെയ്തത്? പെൺകുഞ്ഞുണ്ടാവാനുള്ള ആ വഷത്കാരമാണ് ജപിച്ചത്. അതുകൊണ്ടാണ് പെൺകുഞ്ഞുണ്ടായത്. അതനുസരിച്ച് ആ പെൺകുഞ്ഞുണ്ടായപ്പോൾ മനുവിന് വല്ലാതെ സങ്കടമായി. അത് പരിഹരിക്കാനായി വസിഷ്ഠ മഹർഷി മഹാദേവന്റെ കടാക്ഷം കൊണ്ട് ആ പുത്രിയെ പുത്രനാക്കി മാറ്റി. അങ്ങനെ മാറ്റി രാജകുമാരി രാജകുമാരനായി. യഥാകാലം രാജാവായിട്ട് അങ്ങനെ തീർന്നു. സുദ്യുമ്നൻ എന്ന നാമം ആ രാജകുമാരന് നൽകുകയും ചെയ്തു. നായാട്ടിൽ രസം പിടിച്ച അദ്ദേഹം കുതിരപ്പുറത്ത് കയറി നായാട്ടിനായിട്ട് പുറപ്പെട്ടു. എവിടേക്കാ എന്നിട്ട് എത്തിയത്? ഇളാവൃതം എന്ന ഭൂഖണ്ഡത്തിലെത്തിയപ്പോൾ അദ്ദേഹം സ്ത്രീയായി മാറി. അവിടെ വെച്ച് ചന്ദ്രന്റെ പുത്രൻ, അതായത് ആൺകുതിരയുടെ പുറത്തു കയറി നായാട്ടിന് പോയ സുദ്യുമ്നൻ യാദൃശ്ചികമായിട്ട് ഇളാവൃത ഖണ്ഡത്തിലെത്തിയപ്പോൾ സ്ത്രീയായി മാറി എന്ന് മാത്രമല്ല, ആൺകുതിര ഒരു പെൺകുതിരയായി മാറി. ലജ്ജ കാരണം അദ്ദേഹം രാജധാനിയിലേക്ക് തിരിച്ചു പോയതുമില്ല. ഈ സമയത്താണ് ചന്ദ്രന്റെ പുത്രനായ ബുധനെ കണ്ടുമുട്ടുന്നതും. ആ ബുധൻ എങ്ങനെയുള്ള ആളാണ്? അതിസുന്ദരനും ബുദ്ധിമാനുമായ ബുധൻ. ആ ബുധനെ കണ്ടുമുട്ടുന്നതും പരസ്പരം സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയും അതിലൊരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു. ആ പുത്രന്റെ പേരാണ് പുരൂരവസ് എന്ന് രണ്ടാമത്തെ ശ്ലോകത്തില് ഇപ്രകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഇനി അടുത്ത ശ്ലോകം മൂന്നാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം. ന്യവേദയത് സാ ഗുരവേ വസിഷ്ഠായ ഏഷ കദാചിത് നിജപുംസ്ത്വകാമം തത് സാധനാർത്ഥം ഹരം ഏവ ദദ്ധ്യൗ മുനിഃ പ്രസന്നഃ തം ഉവാച ശംഭുഃ. ഈ പദങ്ങളുടെ എല്ലാം അന്വയാർത്ഥം എന്താണ്? സാ ഏഷ, ആ ഇവൾ, അതായത് മനുസന്തതിയായ ആ അമ്മ, കഥാചിത് ഒരിക്കൽ, നിജപുംസ്ത്വകാമം പുരുഷനായി തീരാനുള്ള ആഗ്രഹം, ഗുരവേ വസിഷ്ഠായ ഗുരുവായ വസിഷ്ഠനെ ന്യവേദയത് അറിയിച്ചു. തൻ്റെ ആഗ്രഹത്തെ ഗുരുവായ വസിഷ്ഠനെ അറിയിച്ചു. തത് സാധനാർത്ഥം, അത് സാധിക്കാൻ വേണ്ടി, മുനിഹി വസിഷ്ഠമുനി, ഹരം ഏവ ദദ്ധ്യൗ, ഹരം ഏവ ദദ്ധ്യൗ, ശിവനെ തന്നെ ധ്യാനിച്ചു. ശിവനാണല്ലോ ആദ്യം വസിഷ്ഠമുനി ശിവനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്.
അല്ലെ? ആ ഇള എന്ന പുത്രി ഉണ്ടായിരുന്നപ്പോൾ അതിനെ ഒരു രാജകുമാരനാക്കി മാറ്റി. ഇവിടെ ഇപ്പൊ അത് തന്നെയാണ്, പുരുഷനായി തീരാനുള്ള ആഗ്രഹം അദ്ദേഹം അറിയിച്ചു. അപ്പോൾ അവർ അവള് മനസ്സന്തതിയായ അമ്മ ആഗ്രഹിച്ചു പുരുഷനായിട്ട് തീരണമെന്ന്. ഗുരുവായ വസിഷ്ഠനെ അറിയിച്ചതോടുകൂടി മുനി വീണ്ടും ശിവനെ തന്നെ ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. പ്രസന്നഹ ശംഭുഹു, അതിൽ പ്രസന്നനായ ശിവൻ തം ഉവാച, അദ്ദേഹത്തോട്, അതായത് ആ മുനിയോട് ശംഭു പറഞ്ഞു. അപ്പോൾ ഈ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, ബുദ്ധിമാനായ ബുധനെ കണ്ട് സ്നേഹിക്കുകയാണ് അല്ലേ? അതായത് ചന്ദ്രന്റെ പുത്രനായ ബുധനെയാണ് കാണുന്നത്. ആര്? സുദ്യുമ്നൻ ഇളാവൃതത്തിൽ എത്തിയപ്പോൾ എന്തായി? സ്ത്രീ ആയിട്ട് മാറി എന്ന് പറഞ്ഞു അല്ലേ? ആ സമയത്താണ് ചന്ദ്രന്റെ പുത്രനായ ബുധനെ കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയും അതിലൊരു പുത്രനുണ്ടാവുകയും ചെയ്തു എന്ന് രണ്ടാമത്തെ ശ്ലോകത്തില് പറഞ്ഞിരുന്നു. ഇവിടെ മൂന്നാമത്തെ ശ്ലോകത്തില് പറയുന്നു, ഒരു പുരുഷനായാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം മനസ്സന്തതിയായ അമ്മ അവൾക്ക് തോന്നി. ഇപ്പൊ വീണ്ടും ഒരു പുരുഷനായി തീരാനുള്ള ആഗ്രഹം തോന്നി. ആ ആഗ്രഹത്തെ വസിഷ്ഠ മഹർഷിയെ അറിയിക്കുകയാണ്. അമ്മയായി തീർന്ന ആ മനസ്സന്തതിക്ക് പണ്ടത്തെ പോലെ ഒരു പുരുഷനായി തന്നെ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. ആ വിവരം ഗുരുവായ വസിഷ്ഠ മഹർഷിയെ അറിയിച്ചു. ആ മഹർഷി ആണല്ലോ ആദ്യം രാജകുമാരിയായിരുന്ന ഇളയെ രാജകുമാരനാക്കി മാറ്റിയതും. അതേപോലെ ഇപ്പോഴും വസിഷ്ഠ മഹർഷിയോട് ആഗ്രഹം പറഞ്ഞപ്പോൾ ആ വസിഷ്ഠ മഹർഷി ആ ആഗ്രഹം സാധിക്കാനായി എന്ത് ചെയ്തു? അദ്ദേഹം ശിവനെ തന്നെ പണ്ടത്തെ പോലെ ഈ സമയത്തും ധ്യാനിച്ചു. പ്രസന്നഹ ശംഭു വളരെയധികം പ്രസന്നനായി പ്രത്യക്ഷനായി വന്ന് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് അടുത്ത 4-ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചു പറഞ്ഞു തരാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ.